നിങ്ങൾ 100 ആളെ കൊന്ന കഥ കേട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? അവസാനം എന്താ സംഭവിച്ചത്? അയാൾ സ്വർഗത്തിലേക്കാ നരകത്തിലേക്കാ പോയത്? സ്വർഗത്തിലേക്ക് പോയി. എന്താ കാരണം? 100 പേരെ കൊന്നവന്റെ പാവം അള്ളാഹു പുറത്തു കൊടുത്തു. അയാൾക്ക് നന്നാകണം എന്നൊരു ചിന്ത ഉണ്ടായി. വെറുതെ തെറ്റ് ചെയ്താൽ ചിലപ്പം പുറത്ത് കിട്ടണമെന്നില്ല. നിരുപാധികം അള്ളാഹു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. 100 പേരെ കൊന്ന ആളുടെ മനസ്സിൽ നന്നാകണമല്ലോ എന്നുള്ള ചിന്ത ഉണ്ടായി. ആ തൗബ അള്ളാഹു സ്വീകരിച്ചു. അയാൾ സ്വർഗത്ത് പോയി. എന്നാൽ ശിർക്ക് ചെയ്ത ആൾ എപ്പോഴാ സ്വർഗത്ത് പോവുക? എല്ലാവരോടും കൂടിയുള്ള ചോദ്യമാണ്. ശിർക്ക് ചെയ്ത ആൾ എപ്പോഴാ സ്വർഗത്ത് പോവുക? തൗബ ചെയ്ത് മടങ്ങി ശിർക്കിൽ നിന്ന് പൂർണ്ണമായും അയാൾ മാറി തൗഹീദ് അനുസരിച്ച് ജീവിച്ചാലേ അയാൾ സ്വർഗത്ത് പോകാൻ പറ്റുള്ളൂ. ശിർക്കോടുകൂടി മരിച്ചാലോ? ശിർക്കോടുകൂടി മരിച്ചാലോ? പറയും, എന്താ സംഭവിക്കുക? എവിടെ പോവും? നരകത്തിലാണ് പോവുക. പക്ഷെ ഒരാൾ ഒരു കള്ളനായി മരിച്ചു പോയാലോ? എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? ചിലപ്പോ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. ചിലപ്പോ അള്ളാഹു അയാളെ നരകത്തിലിട്ട് അയാൾ മോഷണമെന്ന കുറ്റം ചെയ്തതിന്റെ ശിക്ഷ കഴിഞ്ഞ്, ആ ശിക്ഷ ചെറുതല്ലോ. നരകം എന്ന് പറഞ്ഞാൽ ചെറിയ ശിക്ഷയല്ല, ഭയങ്കര പ്രയാസമാണ്. ഞാൻ നമ്മുടെ ഭാഗതല്ലാത്തതുകൊണ്ട് പറയണില്ല. ആ ശിക്ഷ കഴിഞ്ഞാൽ പിന്നെ അയാൾ എങ്ങോട്ട് പോവും? സ്വർഗത്തിലേക്ക് പോകുന്നതാണ്.